യഥാർത്ഥത്തിൽ ട്രെഡ്മിൽ കണ്ടുപിടിച്ചത് ശരീരം ഫിറ്റാകാനോ ഹെൽത്തി ആകാനോ അല്ല. ഇത് കണ്ടുപിടിച്ചത് ശരീരം ഫിറ്റാകാനോ ഹെൽത്തി ആകാനോ അല്ല. ഇത് കണ്ടുപിടിച്ചത് ജയിലുകളിൽ ക്രൂരമായ ശിക്ഷ നൽകാനുള്ള ഉപകരണമായിട്ടാണ്. നമുക്ക് 1818 ഇംഗ്ലണ്ടിലെ ഒരു ജയിലിലേക്ക് പോകാം. ആ സമയങ്ങളിൽ ബ്രിട്ടനിലെ ജയിലുകൾ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ജയിൽ പുള്ളികളിൽ കൂടുതലും പോകാനിടമില്ലാത്ത ദരിദ്രരായിരുന്നു. ആ കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. കുറ്റവാളികളെല്ലാം ജയിലിൽ ഒന്നും ചെയ്യാതെ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ വെറുതെയിരിക്കുകയാണ്. ഇത് ശരിയല്ല. അവർ ചിന്തിച്ചു, ഇവർക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കണം, ഒപ്പം നന്നായി പണിയും എടുപ്പിക്കണം. ഈ സമയത്താണ് സർ വില്യം കുബിറ്റ് എന്ന സിവിൽ എഞ്ചിനീയറുടെ വരവ്. കുബിറ്റ് ജയിലിൽ വന്ന് വെറുതെയിരിക്കുന്ന കുറ്റവാളികളെ കണ്ടപ്പോൾ ഒരു ഐഡിയ തോന്നി. എന്തുകൊണ്ട് ഇവരെ ജീവിക്കുന്ന എഞ്ചിനുകളായി ഉപയോഗിച്ചുകൂടാ? അങ്ങനെ കുബിറ്റ് മരത്തിന്റെ സ്റ്റെപ്പ് ഘടിപ്പിച്ച വലിയൊരു വീൽ ഉണ്ടാക്കിയെടുക്കുന്നു. ജയിൽ പുള്ളികളെല്ലാം ഈ വീലിൽ നിർത്താതെ തുടർച്ചയായി കേറിപ്പോകണം. ഇതായിരുന്നു ജയിൽ പുള്ളികൾക്കുള്ള ശിക്ഷ. ത്രെഡും വീലും ഉപയോഗിച്ച് ഉണ്ടാക്കിയതിനാൽ ട്രെഡ് വീൽ എന്ന പേരും വിട്ടു. ഇതായിരുന്നു ആദ്യത്തെ ട്രെഡ്മിൽ. ഇത്തരത്തിൽ ജയിൽ പുള്ളികളെ ഈ സ്റ്റെപ്പിൽ കയറ്റി നിർത്തും. അപ്പോൾ വീൽ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ അടുത്ത കാൽ അടുത്ത സ്റ്റെപ്പിൽ വച്ചിരിക്കണം, അല്ലെങ്കിൽ താഴെ വീഴും. താഴെ വീണാൽ കാവൽക്കാരുടെ വക വേറെയും ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഈ കറങ്ങുന്ന സ്റ്റെപ്പിൽ കയറിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഒരു മെഷീനിൽ 24 പേരെ ഒരേ സമയം നിർത്താൻ കഴിയുമായിരുന്നു. ഇവർ തമ്മിൽ ഒരു ബന്ധവുമില്ലാതിരിക്കാൻ നടുവിൽ ഇതുപോലെ ഒരു മറയും വയ്ക്കും. ഇങ്ങനെ ദിവസം 6 മണിക്കൂർ ട്രെഡ് വീലിൽ കയറണം. 15 മിനിറ്റ് കയറിയാൽ 5 മിനിറ്റ് റെസ്റ്റ് കൊടുക്കും. ഇങ്ങനെ ഒരാൾ 5000 മുതൽ 14000 വരെ പടികൾ കയറുമായിരുന്നു. ഇനി ഇങ്ങനെ പണിയെടുപ്പിച്ചിട്ട് വീൽ കറക്കിയാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? ലണ്ടനിലെ ബ്രിക്സ്റ്റോൺ പോലുള്ള ചില ജയിലുകളിലെ ട്രെഡ് വീൽ ചോളം പൊടിക്കാനും വെള്ളം പമ്പ് ചെയ്യാനുമൊക്കെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ട്രെഡ്മിൽ എന്ന പേര് വരുന്നതും. ഇത്തരം ചില ജയിലുകൾ ഒഴിച്ചാൽ ബാക്കി ജയിലുകളിലെല്ലാം പണിഷ്മെന്റ് നൽകാൻ വേണ്ടി മാത്രമായിരുന്നു ട്രെഡ് വീൽ ഉപയോഗിച്ചിരുന്നത്. 1865 ജയിൽ നിയമം പുരുഷ തടവുകാർക്ക് കഠിനാധ്വാനം നിർബന്ധമാക്കി. അതായത് പലരും ട്രെഡ്മില്ലിൽ മാസങ്ങൾ ചെലവഴിക്കേണ്ടി വന്നു. പല തടവുകാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങി. പേശികൾ കീറി, ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ, ക്ഷീണം എന്നിവ അനുഭവപ്പെട്ടു തുടങ്ങി. പിന്നീട് സാമൂഹിക പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ട്രെഡ്മില്ലിനെതിരെ രംഗത്തു വന്നു.